നമസ്കാരം. വടക്കിലൊക്കെ വീണ്ടും സ്വാഗതം. ഞാൻ വി കെ ചെറിയാൻ ഡൽഹിയിൽ നിന്നും, എൻ്റെ സീനിയർ സുഹൃത്ത് ശ്രീ മാധവൻകുട്ടി കൊച്ചിയിൽ നിന്നും. രാവിലെ മുതൽ സംഭവപരമായ TV ദൃശ്യങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ ഒരു കോടതി വിധിക്ക് ശേഷം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വീണ്ടും ആക്റ്റീവായിരിക്കുകയാണ് ശ്രീ വീണ വിജയൻ്റെ കേസിൽ. അത് ഒരു പൊളിറ്റിക്കൽ കേസായി. വീണ വിജയൻ്റെ പേര് പറയാതെ ഇന്ന് ഇപ്പോൾ CPM സെക്രട്ടേറിയറ്റ് ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കിയിരിക്കുന്നു. അതുപോലെ തന്നെ CPM പോളിറ്റ് ബ്യൂറോയും അതായത് പാർട്ടി ശ്രീ വീണ വിജയനെ മൊത്തമായും ഡിഫെൻഡ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലേക്ക് മാറിയിരിക്കുകയാണ്. അപ്പോൾ തന്നെ ഇത് രാഷ്ട്രീയമായ ഒരു കേസായിട്ട് മാറുന്നു. പിണറായി വിജയൻ എന്ന മുൻ മുഖ്യമന്ത്രിയെ, ഇന്നത്തെ ഓപ്പോസിഷൻ ലീഡറെ ഇതുവരെ ക്വസ്റ്റ്യൻ ചെയ്തില്ല എന്നും ഒരു ന്യൂസ് ഉണ്ട്. അതിൻ്റെ വാസ്തവം നമ്മൾ പിന്നെ അറിയത്തുള്ളൂ. അവർ ടാർഗറ്റ് ചെയ്തത് വീണ വിജയനാണ് ഒന്ന് വളരെ കൃത്യമാണ്. അത് കേസ് എന്താണെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. എന്താണ് സാർ നമ്മൾ ഇതിൽ നിന്ന് വായിച്ചെടുക്കേണ്ടത്? അതായത് പാർട്ടി CPM എന്ന പാർട്ടി പിണറായി വിജയനൊപ്പം വീണ വിജയന്റെ പുറകിലും അണിനിരന്നു എന്നാണോ നമ്മൾ മനസ്സിലാക്കുന്നത്? ചെറിയ അതിലേക്ക് അതിൻ്റെ വിവിധ വശങ്ങളിലേക്ക് പോകുന്നതിന് മുൻപ് എൻ്റെ കണ്ണിൽ ഇന്ന് കേരളത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പൊതുപ്രകടനം, ഈ പെർഫോമൻസ് കേരളത്തിന്റെ ജനാധിപത്യ ചരിത്രത്തിലെ ഒരു കരിദിനമാണ്. കാരണം ഇത് ജനാധിപത്യത്തെ വെല്ലുവിളിക്കുക മാത്രമല്ല, അത് ഇപ്പൊ നമുക്ക് 2014 മോഡി സർക്കാരിന്റെ ചരിത്രം, അതിന്റെ ഒരു ഇതറിയുന്നവർക്ക്, ചരിത്രം അറിയുന്നവർക്ക് ഇത് പുതിയ കാര്യമല്ല. EDയുടെ ഇത്തരത്തിലുള്ള ഹൈ വിസിബിൾ ആയിട്ടുള്ള പെർഫോമേറ്റീവ് ആയിട്ടുള്ള റെയ്ഡുകൾ പല സംസ്ഥാനങ്ങളിൽ പല പ്രതിപക്ഷ നേതാക്കളെ, കോൺഗ്രസ് നേതാക്കൾ എല്ലാം നമ്മൾ പരിചയമാണ്. അപ്പൊ കേരളത്തിലെ സാക്ഷരരായ ജനങ്ങൾക്ക് EDയെ കുറിച്ച് വലിയ പ്രതീക്ഷയോ അല്ലെങ്കിൽ അവർക്ക് EDയെ കുറിച്ച് നല്ലോണം അറിയാം. ഒരു ഇന്നത്തെ മോഡി ഷാ സർക്കാരിന്റെ ഒരു രാഷ്ട്രീയ ഉപകരണം മറ്റു പലതും പോലെ, മറ്റു പല സ്ഥാപനങ്ങളും പോലെ ഇന്നിപ്പോ ഏറ്റവും ഒടുവിൽ SIRന് അനുകൂലമായിട്ടുള്ള സുപ്രീം കോടതിയുടെ വിധിയും വന്നു. അപ്പൊ അതിനെപ്പറ്റി വ്യാമോഹങ്ങളൊന്നും ജനാധിപത്യ വിശ്വാസികൾക്കില്ല. എന്നാലും കേരളത്തിന്റെ ചരിത്രത്തിൽ എനിക്ക് തോന്നുന്നു ഇത്രയും ഹൈ പ്രൊഫൈലായിട്ട്, ഇത്രയും പബ്ലിക് വിസിബിലിറ്റിയും ഉള്ള ഒരു റെയ്ഡ് ഉണ്ടായിട്ടില്ല. അത് രണ്ടു തരത്തിൽ എനിക്ക് പക്ഷേ ഒരു വിഷമകരമായി തോന്നുന്നു. അത് രാഷ്ട്രീയം, CPM-IM-നോടുള്ള ഒരു രാഷ്ട്രീയ എതിരാളി എന്നുള്ള നിലയ്ക്കുള്ള BJPയുടെ ഒരു പ്രതീക്ഷിക്കാവുന്ന ആക്രമണം എന്നതിനപ്പുറം ഇത് നിയമവാഴ്ച കേരളത്തിൽ ഇല്ലാതാക്കുന്ന ഒരു പ്രകടനമായിരുന്നു ഇതുവരെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിന്റെ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞിട്ട് താങ്കൾക്ക് ചോദിക്കാം. എനിക്ക് പറയാനുള്ള ഇടപെട്ട് കഴിഞ്ഞാൽ എനിക്ക് പറയാൻ കഴിയുകയില്ല. എനിക്ക് രണ്ട് കാര്യങ്ങൾ വേഗം ഞാൻ പറഞ്ഞു. പ്രശ്നം എന്ന് പറയുമ്പോൾ അവിടെ ഒരു കേസ് ഉണ്ടല്ലോ, കോടതി ഇന്നലെ അത് ഞാൻ താങ്കൾ, നമ്മുടെ തർക്കമല്ലല്ലോ, സംഭാഷണമല്ലേ ചെറിയ. അപ്പൊ ഞാൻ പറയട്ടെ. അപ്പൊ ഞാനത് ജനാധിപത്യ വിരുദ്ധമായി കാണുന്നു. രണ്ട്, ഇത് മനുഷ്യാവകാശങ്ങളുടെ ലംഘനവുമായി ഞാൻ കാണുന്നു. നീ ചോദിച്ചോ, ഇത് രണ്ടും ചോദിച്ചോളൂ. അല്ല, അത് എങ്ങനെയാണ് മനുഷ്യാവകാശ ഇവിടെ ഒരു കേസുണ്ട്. അതായത് അത് എത്ര ന്യായീകരിച്ചാലും ഒരു മുഖ്യമന്ത്രിയുടെ മകൾ ആ മുഖ്യമന്ത്രിയുടെ വീട്ടിൽ താമസിച്ച് പാർട്ടി ഓഫീസോ കോർപ്പറേറ്റ് ഓഫീസ് രജിസ്റ്റേർഡ് ആയിട്ട് കാണിച്ചിട്ട് ഒരു ചില ട്രാൻസാക്ഷൻ നടന്നു. അത് ഇൻകം ടാക്സ് കണ്ടുപിടിച്ചത് അത് ശരിയല്ല. അത് ഇപ്പോൾ മലയാളത്തിൽ പറയുന്ന പോലെ മാസപ്പടിയാണ്. അത് തെളിയിക്കാൻ അവർക്ക് ഇനിയും കഴിഞ്ഞിട്ടില്ല. അത് കംപ്ലീറ്റ് ആയിട്ട് തെളിയിക്കുന്നതിന് വരെ ഞാനും ശ്രീ വീണ വിജയൻ പറയുന്നത് വിശ്വസിക്കും. പക്ഷേ ഞാൻ ഒരിക്കലും അവർക്ക് മാപ്പ് കൊടുക്കത്തില്ല. AKG സെന്ററിലെ കോർപ്പറേറ്റ് ഓഫീസ് രജിസ്റ്റേർഡ് ഓഫീസായിട്ട് കാണിക്കുന്നതിലും അതുപോലെ തന്നെ അച്ഛൻ്റെ കൂടെ താമസിച്ച് കേരളത്തിൽ ബിസിനസ് ചെയ്യുന്നതിലും ഈ രണ്ട് സംഗതികളിൽ നമുക്ക് ആർക്കും, ഒരു ജനാധിപത്യ വിശ്വാസിക്കും ഡിഫെൻഡ് ചെയ്യാൻ പറ്റത്തില്ല. അതിൻ്റെ പുറത്ത് അതിൻ്റെ മുകളിൽ
താങ്കൾ പറഞ്ഞ പോലുള്ള EDയെയും CBIയെയും പോലീസിനെയും ഒക്കെ വെപ്പണൈസ് ചെയ്ത ഒരു സർക്കാരിന് അവർക്ക് പേക്കൂത്ത് നടത്താൻ നിങ്ങൾ ഒരു അവസരം ഉണ്ടാക്കി കൊടുത്തിരിക്കുകയല്ലേ എന്നാണ് എനിക്ക് തോന്നുന്നത്. പറഞ്ഞതിന്റെ ചോദ്യം എനിക്ക് മനസ്സിലായി. ഇതിനെല്ലാം ഇതിന്റെ എല്ലാ കാരണഭൂതൻ പിണറായി അല്ലേ എന്നാണ് ചോദ്യം. താങ്കൾ ഉദ്ദേശിച്ച ചോദ്യം അതെനിക്ക് ശ്രീ പിണറായി വിജയൻ അതിനെ പേഴ്സണലി ഞാൻ ഇതിൽ ബ്ലെയിം ചെയ്യത്തില്ല. അദ്ദേഹം ഇതിന്റെ ഒരു വിക്ടിമാണ്. മനസ്സിലായി, എനിക്ക് ചോദ്യം മനസ്സിലായി. ചെറിയാൻ താങ്കൾ ഉദ്ദേശിക്കുന്നത് ഇതിനെല്ലാം വരുത്തി വെച്ചതല്ലേ എന്നാണ് ചോദിച്ചത്. എനിക്ക് അങ്ങനെയാണ് ഞാൻ മനസ്സിലായത്. ഇതിനെല്ലാം കാരണം ഇത്തരത്തിലുള്ള ഒരു അതെ, അത് മനസ്സിലാക്കാം. ഞാൻ തമാശ പോലെ കാരണഭൂതൻ എന്ന് പറഞ്ഞതേ ഉള്ളൂ. അതിന്റെ ചെറിയ പരിഹാസത്തിന് എനിക്ക് സ്വാതന്ത്ര്യം തരണം. അപ്പൊ ഞാൻ അത് പറഞ്ഞത്, താങ്കൾ പറയുന്ന രീതിയിൽ ഇതിന്റെ മൂല കാരണം ഞാൻ യോജിക്കുന്നു. അതായത് പിണറായി വിജയന്റെ മകൾ വീണ തൈക്കണ്ടി ഒരു ചെറുകിട വ്യവസായം, ഒരു സ്റ്റാർട്ടപ്പ് പോലെയുള്ള ഒരു കൺസൾട്ടൻസി തുടങ്ങുന്നു. തുടങ്ങുന്നത് ആദ്യമേ ചെയ്തുകൂടാത്ത ഒന്നാണ് ചെയ്തത്. AKG സെന്റർ പോലെ തന്റെ അച്ഛന്റെ പാർട്ടി ഓഫീസിൽ നിന്ന് അത്തരത്തിലുള്ള ഒരു തൊഴിൽ സംരംഭം ഒരിക്കലും വീണ തുടങ്ങാൻ പാടില്ലായിരുന്നു. അങ്ങനെ തുടങ്ങുന്നു എന്നറിഞ്ഞാൽ സഖാവ് പിണറായി വിജയൻ, അദ്ദേഹം പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ അംഗവും അദ്ദേഹം കേരളത്തിന്റെ മുഖ്യമന്ത്രിയുമാണ്, അദ്ദേഹം അത് അനുവദിക്കാൻ പാടില്ലായിരുന്നു. ഇതാണ് എന്റെ നിലപാട്. ഇപ്പൊ താങ്കൾക്ക് എന്നോട് തുടർച്ചയായി ചോദ്യങ്ങൾ ചില കാര്യങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത് ആദ്യമേ പറയുന്നത്. കാരണം ഇത് ഞാൻ വളരെ ഇന്ന് പറഞ്ഞു തുടങ്ങിയതല്ല. ഈ വിവാദം വന്ന നിമിഷം മുതൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതിൽ ഒരു കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ്, ഏത് പൊതുപ്രവർത്തകനും മനസ്സിലാവുന്ന ഒരു കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. സ്വന്തം മകൾ സ്വന്തം ഓഫീസിന്റെയും തന്റെ വിലാസത്തിൽ ഒരു കൺസൾട്ടൻസി തുടങ്ങുന്നു. അതുപോലും നമുക്ക് നമ്മളുടെ ഒരു വീട്ടിൽ താമസിക്കുമ്പോൾ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നു, പല ജോലികൾ ചെയ്യുന്നു. പക്ഷെ അവിടെ വേറെ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, ഏതു തരം ജോലിയും ചെയ്യാം, പക്ഷെ അവിടെ ഒരു കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ്, അതായത് താല്പര്യങ്ങളുടെ സംഘർഷം ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. അത് സാധാരണ മനുഷ്യനെ സംബന്ധിച്ച് പ്രധാനമാണ്. അപ്പോ ഇവിടെ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ, വളരെ ഉയർന്ന ഒരു പദവിയിൽ ഇരിക്കുന്ന, കേരള മുഖ്യമന്ത്രിയായിട്ടിരിക്കുന്ന പാർട്ടിയുടെ ഏറ്റവും ഉയർന്ന സമിതിയിലുള്ള തന്റെ വിലാസത്തിൽ, തന്റെ പാർട്ടിയുടെ വിലാസത്തിൽ തന്റെ മകൾ ഒരു കൺസൾട്ടൻസി കമ്പനി തുടങ്ങുന്നു. അതുമാത്രമല്ല, ഈ CMRL എന്ന് പറയുന്ന കേരളത്തിൽ കുപ്രസിദ്ധമായ, ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഒരു കരിമ്പട്ടികയിൽപ്പെട്ട ഒരു സ്ഥാപനവുമായി ഒരു കൺസൾട്ടൻസി കരാറിൽ ഏർപ്പെടും. അത് തികച്ചും പ്രഥമ ദൃഷ്ട്യ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിന്റെ മുഖ്യമന്ത്രിയുടെ കാര്യം മാത്രമല്ല, ഏത് പൊതുപ്രവർത്തകനെ സംബന്ധിച്ചിടത്തോളം അത് തികച്ചും അധാർമികമാണ്. ഇതാണ് എന്റെ നിലപാട്. അതുകൊണ്ട് താങ്കൾ ഭയപ്പെടേണ്ട, ഞാൻ ഏതെങ്കിലും തരത്തിൽ രാഷ്ട്രീയമായിട്ട് പറയുകയല്ല. കാരണം പിണറായിയെ സംബന്ധിച്ചും പിണറായിയുടെ കുടുംബത്തെ സംബന്ധിച്ചും ഉയർന്നിട്ടുള്ള ഗൗരവമുള്ള ആരോപണങ്ങൾ നിയമപരമായ രീതിയിലൂടെ അന്വേഷിച്ച് സത്യം കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ഇടതുപക്ഷ അനുഭാവിയാണ് ഞാൻ. ഇതാണ് എന്റെ ഈ പൊസിഷനിൽ നിന്നാണ് ഞാൻ ഈ കാര്യങ്ങൾ സമീപിക്കുന്നത്. അല്ലെങ്കിൽ അതിൽ നമുക്ക് എന്തെല്ലാം ഉദ്ദേശങ്ങളോടുകൂടി ഒരു ചർച്ചയെ സമീപിക്കാം. ഇതാണ് എന്റെ ഇതാണ്. അപ്പൊ ഇതിൽ നിന്ന് ഞാൻ പറയുന്നത്, പക്ഷെ ഇത് പറഞ്ഞുകൊണ്ട് തന്നെ ഇന്ന് കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ EDയുടെ ആഭാസം അല്ലെങ്കിൽ അശ്ലീലം മലയാളികളുടെ മലയാളികളോട് തന്നെയുള്ളൊരു വെല്ലുവിളിയാണ്. രാഷ്ട്രീയ സാക്ഷരതയുള്ള മലയാളികളുടെ ഒരു വെല്ലുവിളിയാണ്. നമ്മൾ എവിടെയെങ്കിലും തമിഴ്നാട്ടിൽ കേൾക്കുമ്പോഴോ അല്ലെങ്കിൽ മറ്റ് ബംഗാളിൽ കേൾക്കുമ്പോഴോ മമതയുടെ നേരെ നടക്കുമ്പോഴോ ഒരുതരം ആസ്വദിച്ചു കൊണ്ടിരുന്ന മലയാളി തന്റെ വീട്ടുമുറ്റത്ത് ഇത്തരത്തിലുള്ള നിയമവാഴ്ചയെ കൊഞ്ഞനം കുത്തുന്ന രീതിയിൽ കേരളത്തിലെ ഒരു പ്രമുഖ രാഷ്ട്രീയ കക്ഷിയുടെ ഏറ്റവും ഉയർന്ന നേതാവിനെ അദ്ദേഹം സംശയത്തിന്റെ നിഴലിലാണ്, അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ മേലിൽ അഴിമതിയുടെ കരിനിഴൽ വീണിട്ടുണ്ട്. എന്നാൽ പോലും ഇങ്ങനെ അതിരാവിലെ മുതൽ 7 മണിക്കൂർ വരെ സ്വന്തം ഒരു 80 വയസ്സുള്ള മുൻ മുഖ്യമന്ത്രിയെ
ഒരു ഇന്ത്യയുടെ തന്നെ ഒരു പ്രമുഖ നേതാവിനെ, ഭാര്യയെയും ഒരു മകളെയും പേരക്കുട്ടിയെയും 7 മണിക്കൂർ അടച്ചിട്ട വീട്ടിൽ ചോദ്യം ചെയ്യുക എന്നുള്ളത് ഏത് കുറ്റത്തിനായാലും ഞാൻ കുറ്റത്തിന്റെ ഗൗരവത്തിലേക്ക് വരാം, ആ കുറ്റത്തിനായാലും ജനാധിപത്യ മലയാളി അതിനെ തികച്ചും അമർഷത്തോടു കൂടി മാത്രമേ കാണാൻ കഴിയുകയുള്ളൂ. ഇനി ഞാനും അങ്ങനെയേ കാണുന്നു. ഇത് ഇത് എന്താണ് പുതുമ? ഇത് രാഹുൽ ഗാന്ധി ഇവിടെ വന്ന് പറഞ്ഞാണ്, അദ്ദേഹത്തെയും അതുപോലെ തന്നെ സോണിയാഗാന്ധി, വാർദ, അങ്ങനെയുള്ളവരൊക്കെ മണിക്കൂറുകളോളം ചോദ്യം ചെയ്ത് നമ്മൾ കണ്ടതാണ്. ഇത് BJP സർക്കാരിന്റെ അവരൊരു പറയത്തില്ലേ, എല്ലാ CBIയും EDയും എല്ലാ നിയമങ്ങളെയും വെപ്പണൈസ് ചെയ്തിരിക്കുന്നു, കോടതികൾ വെപ്പണൈസ് ചെയ്തിരിക്കുന്നു. അപ്പോൾ എന്താണ് അത്? കേരളത്തിന്റെ മലയാളിക്ക് BJPക്കാർ അവരുടെ വെപ്പണൈസ്ഡ് ആംസ് ഓഫ് ഗവൺമെന്റിന്റെ ഒരു ടെസ്റ്റ് ഡോസ് കൊടുത്തിരിക്കുകയാണ് എനിക്ക് തോന്നുന്നത്. അതെ, എനിക്ക് തോന്നുന്നത് ശരിയാണ്. താങ്കൾ പറയുന്നത് ടെസ്റ്റ് ഡോസ് തന്നെ ഒരു മെഗാ ഡോസായി. സാധാരണ ടെസ്റ്റ് ഡോസ് ഇങ്ങനെ ഒരു മെഗാ ഡോസ് ഒരു ഡോക്ടറും പരീക്ഷിക്കുകയില്ല. അപ്പൊ അതിന്റെ പുറകിൽ 2 കാര്യങ്ങളാണ്. ഒന്ന്, EDയുടെ അമർഷം, അതായത് അവരെ ഒരു തരത്തിലുള്ള ഈ CMRL എക്സാലോജിക് ബന്ധത്തെ സംബന്ധിച്ചുള്ള ഒരു അന്വേഷണവും എവിടെയും എത്തുന്നില്ല. കാരണം അതിന് തടസ്സങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു. വിജിലൻസിലാണെങ്കിൽ അന്ന് CPM ഭരിച്ചുകൊണ്ടിരുന്ന വിജിലൻസിന്റെ തടസ്സം നമുക്ക് ന്യായമായി പ്രതീക്ഷിക്കാം, രാഷ്ട്രീയ പക്ഷപാതം എന്ന് പറയാം. പിന്നീട് ഹൈക്കോടതിയിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ കേസുകൾ എല്ലാം CMRLും KSIDCയും, കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനമായ KSIDCയും അതുമൂലം കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരും തടസ്സങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു. അതൊരു വാസ്തവമാണ്. ആ നിയമത്തിന്റെ ഇതിൽ നിന്ന് വളരെ പെട്ടെന്ന് തന്നെ ഇന്നലെ അവർക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞ ഒരു സ്റ്റേ, തൽക്കാലം ഇതിന്റെ അന്വേഷണത്തിന് ഒരു സ്റ്റേ കൊടുത്തിരുന്ന സ്റ്റേ പെട്ടെന്ന് ഹൈക്കോടതി ഇന്നലെ ലിഫ്റ്റ് ചെയ്യുന്നു. അപ്പൊ കിട്ടിയ ആ സ്വാതന്ത്ര്യത്തിന്റെ അഹങ്കാരത്തിൽ ഞങ്ങൾക്ക് ഒരു അനുമതി ആദ്യമായി ലഭിച്ചിരിക്കുന്നു എന്നതിന്റെ ഹുങ്ക് പ്രകടിപ്പിക്കുന്ന ഒന്നായി കാണാം. 2, അമിത്ഷാ, ഡോവൽ, മോഡി അവരുടെ ഏറ്റവും ഉയർന്ന RSS ബുദ്ധി കേന്ദ്രത്തിൽ കേരളത്തിലെ പ്രതിപക്ഷ കക്ഷിയായി CPM ഒരിക്കലും ഉയർന്നു വരരുത്, അതിന്റെ സ്ഥാനം BJPക്ക് ഉണ്ടാവണം എന്നുള്ള ദീർഘകാല ലക്ഷ്യത്തിന്റെ അടിസ്ഥാനത്തിൽ CPMനെ അതിന്റെ നേതാവിന്റെ കുടുംബത്തിലൂടെ കരിതേക്കാനുള്ള ഒരു രാഷ്ട്രീയ ശ്രമം ആയി നമുക്ക് കാണാം. ഇത് രണ്ടുമാണ് ഞാൻ ഇങ്ങനെ കാണുന്നത്. കാരണം അല്ലെങ്കിൽ ഈ 80 വയസ്സായിട്ടുള്ള ഒരു ചെറിയ കുടുംബത്തെ ഇങ്ങനെ പ്രകടനപരമായി റെയ്ഡ് ചെയ്ത്, അത് പല സ്ഥലങ്ങളിൽ, അത് മുഹമ്മദ് റിയാസിന്റെ ഉപ്പയെയും ഉമ്മയുടെയും വീട്ടിൽ പോയി റെയ്ഡ് ചെയ്യുക, പിന്നെ നമ്മുടെ ധർമ്മടത്തെ പിണറായിയുടെ കണ്ണൂരിലത്തെ വീട്ടിൽ വിലാക്കണ്ടിയിൽ ഞാൻ ആ വീട് കണ്ടിട്ടുള്ളതാണ്. ഞാൻ പോയി മണിമാളികയാണെന്നൊക്കെ അപവാദം പ്രചരിപ്പിച്ചിരുന്നു. ഇപ്പോൾ മണിമാളികയല്ല എന്ന് മനസ്സിലാക്കാൻ വേണ്ടി പോയിട്ടുള്ളതാണ്. എനിക്ക് ആ സ്ഥലമൊക്കെ പരിചയമുള്ളതാണ്. ഇവിടെയെല്ലാം പോയി റെയ്ഡ് ചെയ്യുക, ഇതെല്ലാം കാണിക്കുന്നത് അനാവശ്യമായ എന്തോ ഒരു ഹുങ്കിന്റെ പ്രകടനത്തിനോ അല്ലെങ്കിൽ രാഷ്ട്രീയമായിട്ടുള്ള ഒരു കൃത്യമായ കാര്യപരിപാടിയുടെ ഭാഗമാണ്. കാരണം ഇതെന്താണ് സൃഷ്ടിക്കുന്നത്, ഇത് ആരെയാണ് സഹായിക്കുന്നതെന്നും കൂടി താങ്കൾ ആദ്യം സൂചിപ്പിച്ചു. CPMന്റെ വലിയ തിരിച്ചടിക്ക് അവർ തന്നെ ഇരുട്ടിൽ തപ്പുകയാണ്. അതിന് എങ്ങനെയാണ് ഇതിന്റെ പരിഹാരത്തിൽ? അതിൽ പാർട്ടി സഖാക്കളും ബഹുജനങ്ങളും അതിൽ ഒരു പ്രധാന ഉത്തരവാദി സഖാവ് പിണറായി വിജയൻ ആണെന്ന ഒരു അന്തരീക്ഷത്തിൽ അങ്ങനെ ഒരു ചർച്ച നടക്കുന്ന സമയത്ത് ഇതെന്താണ് ചെയ്യുന്നത്? ഇത് ചെയ്യുന്നതിൽ വേറൊരു പക്ഷേ ഇതൊരു വീരപരിവേഷം കൊടുക്കുകയല്ലേ ഉണ്ടായത് ഇന്നത്തെ ദിവസത്ത്. താങ്കളൊന്ന് ആലോചിച്ച് നോക്കൂ അല്ലെ. ഇതില് ഇന്ന് കിട്ടിയത് പാർട്ടി തളർന്നിരുന്ന പാർട്ടി കാഡറുകളെല്ലാം ഉണർന്നു. സാർ, അവിടെയാണ് നമ്മൾ BJPയെ കോൺഗ്രസ് പോലെ എടുക്കുന്നത്. ആ തെറ്റ് നമ്മൾ കാണിക്കാൻ പാടില്ല. പ്രത്യേകിച്ച് ഡൽഹിയിൽ നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് അവരെ സംബന്ധിച്ചോളം ഇപ്പോൾ പിണറായി വിജയനും CPMും ഡൗൺ, അല്ലാതെ കുറച്ച് താന്നിരിക്കുകയാണ്. അധികാരമില്ല, അവർ കൺഫ്യൂസ്ഡ് ആണ്. അധികാരം എങ്ങനെ പോയെന്ന് അവർക്ക് തന്നെ പറയാൻ പറ്റുന്നില്ല. ഈ സമയമാണ് BJPയെ സംബന്ധിച്ചോളം ഗോൾഡൻ സമയം. ആരോ പറയത്തില്ലേ,
അവൻ തളർന്നു കിടക്കാണ്, അടിക്കണം അവനെ എന്ന് പറയുന്നത്. അതാണ് BJP അവരുടെ മനോഭാവം. അവരെ കാണിച്ചിട്ടുണ്ട് പലയിടത്തും. ഇതാണ് അവർ ചെയ്തു. അവരിത് സുവർണാവസരമായി കാണുന്നു. അതുകൊണ്ട് തന്നെ അവർ പതിവായി ചെയ്തുകൊണ്ടിരിക്കുന്ന ജനാധിപത്യ ധ്വംസനത്തിന് കേരളത്തിൽ തയ്യാറാകുന്നു. പക്ഷെ അതിന്റെ ഫലം എന്താണെന്ന് വെച്ചാൽ BJPയെയും യൂണിയൻ സർക്കാരിനെ കുറിച്ചുള്ള അവമതിപ്പ് മലയാളികളിൽ വർദ്ധിക്കുകയും പിണറായി വിജയനും അദ്ദേഹത്തിന്റെ പാർട്ടിയെ സംബന്ധിച്ചുള്ള സഹതാപം വർദ്ധിക്കുകയുമാണ് ഉണ്ടായിട്ടുള്ളത്.